പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡോനറ്റാണേ. ഒരുപാട് ഡോനറ്റിൻ്റെ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഡോനറ്റിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ട്രീയുടെ ഷേപ്പിൽ, സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെയുള്ള മോൾഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സാധാരണ കട്ട് ചെയ്യുന്ന നമ്മുടെ ഡോനറ്റിൻ്റെ ഷേപ്പിലുള്ള കട്ടറും ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഞാൻ കാണിക്കുന്നത് ഡോനറ്റിനുള്ള ഡോയ് ഇവിടെ ആദ്യമേ തന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇതുപോലെ നല്ല സോഫ്റ്റായി പഞ്ഞി പോലെ പൊങ്ങി വരിക എന്നുള്ള വീഡിയോ ഒക്കെ ഇതിനടുത്ത് തന്നെ ഞാൻ ഇട്ടതാണ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. ഇനി ഇത് ഒന്ന് പരത്തണം നന്നായിട്ട്. ഒരു വളരെ നൈസായിട്ട് പരത്തരുത് കേട്ടോ. നമ്മൾ ഡോനറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു കനത്തിലാണല്ലോ, ഏകദേശം ഇതേപോലെ ഒരു കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നമുക്കെടുക്കണം. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ബേക്കറി വരുമ്പം അവർക്ക് ഇങ്ങനത്തെ ഈ ഷേപ്പിലുള്ളതൊക്കെ ഇഷ്ടമാണ്. ക്രിസ്മസിന് ആ രീതിയിൽ ആ ഒരു സ്പെഷ്യൽ തീമിലാണ് എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. ഇനി നമ്മൾ ഈ ട്രേയിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. കുറച്ച് മൈദ കൂടുതൽ അതിൻ്റെ മുകളിലിടാമെങ്കിൽ നമുക്കത് കൈകൊണ്ട് എടുക്കുമ്പോൾ നന്നായിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പറ്റും. അല്ലെങ്കിൽ ട്രേയിൽ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ ഷേപ്പൊക്കെ പോകും, എണ്ണ ഉള്ളിലൊക്കെ കയറും. അതുകൊണ്ട് നമ്മൾ മൈദ ഒന്ന് തൂകിയ സ്പ്രെഡ് ചെയ്ത ട്രേയിൽ വേണം കട്ട് ചെയ്ത് ഓരോന്നും റെഡിയാക്കി വെക്കാൻ. ഇപ്പോൾ എല്ലാ ഡോനറ്റും ഞാനിങ്ങനെ ഓരോ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊങ്ങാൻ വെക്കണം. ഒരു കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടി ഒന്ന് പൊങ്ങി വരും. അതിന് ശേഷം വേണം നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഈ ഇടുന്ന പാടെ തന്നെ അതിലേക്ക് എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പൊങ്ങി വരും. എന്നിട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് വേണം. ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാലോ വേഗം കരിഞ്ഞു പോവുകയും. അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ റൗണ്ടിലുള്ള ഡോനറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. ചോക്ലേറ്റ് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രിങ്കിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള നമ്മുടെ ചോക്ലേറ്റിലേക്ക് ഞാൻ 2 കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. അതും കൂടെ ചേർത്ത് കൊടുത്ത് അത് 2 സെപ്പറേറ്റ് ആയിട്ട് മെൽറ്റാക്കി സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളത് ഞാൻ റെഡിൽ മുക്കി ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം ഗ്രീൻ കളറിലുള്ള ചോക്ലേറ്റും കൊണ്ട് ഇതൊന്ന് ഈ ക്രിസ്മസ് റീത്തൊക്കെ ഇല്ലേ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ബാക്കി ഗ്രീന് ഒരു നമ്മുടെ ട്രീയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഗ്രീനിന് ഉപയോഗിക്കണം. ഇത് നിങ്ങൾക്കിങ്ങനെ ചെയ്യുമ്പോൾ നല്ല നല്ല ഐഡിയാസൊക്കെ വേറെ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഡോനറ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇപ്പം ഇവിടെ എല്ലാ ഡോനറ്റും റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ നല്ല ഇതാണ്. നമുക്ക് ഡോനറ്റ് നന്നായിട്ട് പൊങ്ങി വന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ആ ചോക്ലേറ്റൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.
Please like, share and subscribe Shaji's Kitchen Malabar.